ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന NDA സ്ഥാനാർത്ഥികൾക്ക് കത്തയച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് സാധാരണ തെരഞ്ഞെടുപ്പല്ലെന്ന് വോട്ടർമാരെ അറിയിക്കണം എന്നാണ് കത്തിൽ പറയുന്നത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ സഖ്യത്തിനെതിരെ ഉയർത്തുന്ന വിമർശനം അത് അദ്ദേഹം ഈ കത്തിലും ആവർത്തിക്കുന്നുണ്ട്. SC/ST OBC വിഭാഗങ്ങളിൽ നിന്നുള്ള സംവരണം തട്ടിയെടുത്ത് തങ്ങളുടെ വോട്ട് ബാങ്കിന് സംവരണം നൽകുക എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യം എന്നതടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നു. എന്താണ് ഈ കത്തിന്റെ ഉള്ളടക്കം, ബൽറാം? റിജിത്ത്, മൂന്നാം ഘട്ട പ്രചരണം അതിന്റെ തീവ്രതയിലേക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDAയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും കത്ത് അയച്ചിരിക്കുന്നത്. ഈ കത്തിൽ പ്രധാനമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി പ്രധാനമന്ത്രി പ്രചാരണ പരിപാടികളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, അതായത് കോൺഗ്രസിനെതിരായ 3 ആരോപണങ്ങൾ, ഇക്കാര്യങ്ങൾ ഈ കത്തിലും പരാമർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രി എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ കാര്യങ്ങളിൽ ഊന്നി തന്നെ എല്ലാവരും പ്രചാരണം നടത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള കത്ത്. SC/ST OBC വിഭാഗങ്ങളുടെ സംവരണം തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നും തങ്ങളുടെ വോട്ട് ബാങ്കിന് അതിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും ഈ കത്തിൽ പ്രധാനമന്ത്രി ആവർത്തിച്ചിരിക്കുന്നു. കൂടാതെ ജനങ്ങളുടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം തട്ടിയെടുത്ത് തങ്ങളുടെ വോട്ട് ബാങ്കിന് വിതരണം ചെയ്യാൻ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ലക്ഷ്യം വെക്കുന്നു എന്നും, കൂടാതെ പരമ്പരാഗതമായി ലഭിച്ച സ്വത്തിന് പോലും നികുതി ഈടാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം എന്നുമുള്ള 3 ആരോപണങ്ങളും പ്രധാനമന്ത്രി ഈ കത്തിൽ ആവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഈ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണെന്ന് താഴ്മയോടെ വോട്ടർമാരെ അറിയിക്കണമെന്നും, കൂടാതെ ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു കാൽവെപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നും 6 പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ഭരണത്തിന്റെ ദൂഷ്യഫലങ്ങളെ മറികടക്കാനുള്ള ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ജനങ്ങളെ അറിയിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.